ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം ആവേശം കൊള്ളിക്കുന്ന ഒരു പൈതൃകത്തിൻ്റെ നേരവകാശി, അതിലുമേറെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയുടെ ആവേശവും ആശാ കേന്ദ്രവും. തൻ്റെ നേതാക്കളിൽ പലരെയും വിലക്കെടുത്തും വിലപേശിയും വിലങ്ങുവെച്ചും രാജ്യത്ത് നിന്ന് തന്നെ തൻ്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭീഷണികളെയെല്ലാം ഉന്നതമായ ജനാധിപത്യ ബോധത്തോടെ എതിരിട്ട ഒരു നേതാവ്. ഒരിക്കൽ പപ്പുമോൻ എന്ന് ഈ ലോകം പരിഹസിച്ചപ്പോഴും കാലം പാരമ്പര്യത്തിൻ്റെ കരുത്തും പാരമ്പര്യവും പകർന്നു നൽകിയ കർമ്മശേഷിയുമായി തൻ്റെ പാർട്ടിയുടെ ജീവശോഭ കെടാതെ സൂക്ഷിച്ച് പഴയ പ്രകരശേഷി വീണ്ടെടുക്കാൻ പ്രയത്നിച്ച പോരാളി. വിശേഷണങ്ങൾ ഒന്നും അധികമാകില്ല രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിനെ അടയാളപ്പെടുത്താൻ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അധികാരം നിർണ്ണയിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തെ അടിയറവ് പറയിപ്പിച്ച് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലേക്ക് കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയായി കോൺഗ്രസിനെ കൈപിടിച്ച് കയറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിലും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞ ജനനായകനാണ് രാഹുൽ ഗാന്ധി. ആയിരത്തി 1970 ജൂൺ 19 രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മൂത്ത മകനായി രാഹുൽ ഗാന്ധി ജനിക്കുന്നത്. കുഞ്ഞു രാഹുലിൻ്റെ അമ്മുമ്മയാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജ്യം കണ്ട ഏറ്റവും ശക്തയായ വനിതയും ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയുമായ സാക്ഷാൽ ഇന്ദിരാഗാന്ധി. അമ്മുമ്മ പ്രധാനമന്ത്രിയായിരുന്നെങ്കിലും രാഹുലിൻ്റെ പിതാവ് അന്ന് ഇന്ത്യൻ എയർലൈൻസിലെ പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു. വലിയ പാരമ്പര്യവും കൈപ്പിടിയിൽ രാജ്യത്തിൻ്റെ അധികാരവും ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രിവിലേജുകളൊന്നും നൽകാതെ ഒരു സാധാരണ ബാലനെ പോലെ തന്നെ തൻ്റെ മകനെ വളർത്തണമെന്നായിരുന്നു രാജീവ് ഗാന്ധിയുടെ ആഗ്രഹം. ഡൽഹിയിലും ഹിമാലയത്തിൻ്റെയും ശിവാലിക് താഴ്വരയുടെയും ഇടയിലുള്ള ഡെറാഡൂണിലായിരുന്നു അദ്ദേഹം തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത്. ഡെറാഡൂണിലെ ദ ഡൂൺ സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഡൽഹിയിലെ സെൻറ്റ് കൊളംബ സ്കൂളിൽ ചേർന്നു. 1984 രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലേക്ക് ആദ്യ ദുരന്തം കടന്നു വരുന്നത്. തൻ്റെ മുത്തശ്ശിയുടെ അംഗരക്ഷകർ തന്നെ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി. രാജ്യം നടുങ്ങിയ ദിനം. ലോകം ആ വാർത്ത കേട്ട് അമ്പരന്നു. വെറും 14 വയസ്സുള്ള രാഹുലിനോട് മരിക്കുന്നതിന് മുന്നേ മുത്തശ്ശി പറഞ്ഞിരുന്നു അത്രേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ കരയരുത്. ഇന്നും തൻ്റെ കുടുംബത്തിലും തൻ്റെ പാർട്ടിയിലും ഈ രാജ്യത്തും എന്തു തന്നെ സംഭവിച്ചാലും രാഹുലിൻ്റെ കണ്ണുനീർ ആരും കാണില്ല. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം സുരക്ഷാ കാരണങ്ങളാൽ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും വീട്ടിലിരുന്ന് പഠിച്ചു. തുടർന്ന് 1989 ബിരുദ പഠനത്തിനായി ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ചേർന്ന അദ്ദേഹം ഒരു വർഷം പൂർത്തിയാക്കിയ ശേഷം യുഎസിലെ മസാച്യുസെറ്റ്സിലെ കേംബ്രിഡ്ജിലുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. പക്ഷേ തൻ്റെ മുത്തശ്ശി മരിച്ച് കൃത്യം 7 വർഷം കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം അദ്ദേഹത്തെ തേടിയെത്തി. പ്രധാനമന്ത്രിയായിരുന്ന പിതാവ് രാജീവ് ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കവേ മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു. ഭാര്യയ്ക്കും മക്കൾക്കും അന്ത്യചുംബനം നൽകാൻ മുഖം പോലും ബാക്കി നൽകാതെ തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയുടെ ഉയിരെടുത്തു. പിതാവിൻ്റെ മരണത്തിന് പിന്നാലെ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തെ യുഎസിലെ ഫ്ലോറിഡയിലെ റോളിൻസ് കോളേജിലേക്ക് മാറ്റി. തൻ്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാൻ രാഹുൽ വിഞ്ചി എന്ന് പേരുപയോഗിച്ചു. 1994 റോളിൻസ് കോളേജിൽ നിന്ന് ആർട്സ് ബിരുദം പൂർത്തിയാക്കി. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് എംഫിൽ ചെയ്തു. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷം ലണ്ടനിലെ മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ മോണിറ്റർ ഗ്രൂപ്പിൽ തൻ്റെ പ്രൊഫഷണൽ തൊഴിൽ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. മുംബൈയിൽ ബാക്കോപ്സ് സർവീസസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ടെക്നോളജി ഔട്ട്സോഴ്സിംഗ് സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. രാജീവ് ഗാന്ധിയുടെ ഭാര്യയും രാഹുലിൻ്റെ അമ്മയുമായ സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ മക്കളെ വളർത്തുകയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ് ആ ക്ഷണമെല്ലാം അവർ സ്നേഹപൂർവ്വം നിരസിച്ചു. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും അസ്ഥിരമായി. അങ്ങനെ സോണിയാഗാന്ധി 1998 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തു. 2004 മാർച്ചിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള തൻ്റെ പ്രവേശനം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് രാഹുൽ അമേഠിയിൽ വിജയിച്ചു കയറിയത്. 2004 സെപ്റ്റംബർ 24 രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെയും ഉത്തരവാദിത്തവും അദ്ദേഹം ഏറ്റെടുത്തു. രണ്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആവേശം കണ്ട ചെറുപ്പക്കാരായ നേതാക്കൾ രാഹുലിന് പിന്നിൽ അണിനിരന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ബ്രിഗേഡ് എന്നൊരു യുവനിര രൂപപ്പെട്ടു. 2050 പൊതുതെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ ലോക്സഭാ സീറ്റ് നിലനിർത്തി. 2013 ജനുവരിയിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായി. സമൂഹത്തിലെ അധസ്ഥിതരുടെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല.
2011 മെയ് 11 ഹൈവേ പദ്ധതിക്കായി അധികാരികൾ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണ നൽകിയതിന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2014 പൊതുതെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി അമേഠി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ സീറ്റ് നിലനിർത്തി. പക്ഷേ അക്കുറി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മേൽ വിധിയുടെ അഗ്നിപരീക്ഷണം അവിടെ ആരംഭിച്ചു. പാർട്ടി കൂടുതൽ ദുർബലപ്പെട്ടുകൊണ്ടേയിരുന്നു. നേതാക്കൾ പരസ്പരം പോരടിച്ചു. ചിലർ കൂടുമാറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അധികാര കസേര വിട്ടൊഴിയേണ്ടി വന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് BJP പ്രഖ്യാപിച്ചു. രാഹുലിനെ യുവരാജാവ് എന്ന് വിളിച്ച് പ്രധാനമന്ത്രി തന്നെ പലകുറി കളിയാക്കി. അതിനിടയിൽ ഒരിക്കൽ ക്യാബിനറ്റ് മന്ത്രി വെങ്കയ്യ നായിഡു രാഹുലിനെ പപ്പുജി എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ പപ്പു എന്ന പേരിൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ട്രോളിയിരുന്നു. 2017 ഡിസംബറിൽ അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തി. തൊട്ടടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ, അതായത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വലിയ പരാജയം നേരിട്ടു. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും തോറ്റു. പക്ഷേ വയനാട്ടിൽ മത്സരിച്ച അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു. ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള ആളെണ്ണം പോലും കോൺഗ്രസിന് ലഭിച്ചില്ല. വെറും 52 സീറ്റുകളുമായി കോൺഗ്രസ് ഒതുങ്ങി. 303 സീറ്റുകൾ BJP മാത്രം നേടി. ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ തുടർന്നു. 2019 ജൂലൈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നിറങ്ങിയ രാഹുൽ വെറുതെ ഇരുന്നില്ല. രാജ്യത്തെ പോരടിച്ചു നിന്ന കോൺഗ്രസ് നേതാക്കളെ ഒന്നിപ്പിച്ചു. ഉള്ളിൽ നിന്നും പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങിയവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം പോരാടി. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിച്ച് ഇന്ത്യ എന്നൊരു പുതിയ സഖ്യമുണ്ടാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടില്ലാത്ത അത്ര വിട്ടുവീഴ്ചകൾ ചെയ്തു. രാഹുലിന്റെ പദ്ധതികൾക്കെല്ലാം 100% പിന്തുണ നൽകി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടെ നിന്നു. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതിലല്ല, മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പാർട്ടി നേതാക്കളെ പഠിപ്പിച്ചു. ഇക്കുറി 400 സീറ്റുകൾ എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും വിറപ്പിക്കുന്ന പ്രചാരണം അദ്ദേഹം നടത്തി. അമേഠി ഒഴിവാക്കി വയനാടിന് പുറമെ റായ്ബറേലിയിലും രാഹുൽ മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് കോൺഗ്രസുകാർ പോലും രാഹുലിന്റെ പദ്ധതികൾ വിജയം കാണുന്നത് തിരിച്ചറിഞ്ഞത്. അധികാരം നേടാനായില്ലെങ്കിലും ഇരട്ടിയോളം സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചു. 99 സീറ്റുകൾ. കഴിഞ്ഞ തവണ രാഹുൽ പരാജയപ്പെട്ട അമേഠി ഇക്കുറി പ്രാദേശിക നേതാവിനെ ഇറക്കി കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയും ചെയ്തു. സഖ്യത്തിലെ പാർട്ടികളെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. 400 സീറ്റുകൾ ലക്ഷ്യമിട്ടിറങ്ങിയ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. വേണമെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന സാഹചര്യം. ലക്ഷ്യം നേടാൻ കുറുക്കുവഴികളില്ല എന്നതായിരുന്നു രാഹുലിന്റെ നിലപാട്. അപ്പുറത്തു നിന്നും നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും മറുകണ്ഠം ചാടിച്ച് രൂപീകരിക്കുന്ന സർക്കാരിന് ആയുസ് കുറവായിരിക്കും എന്ന് രാഹുൽ തന്റെ സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തി. രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അസാധ്യമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. വിജയത്തോളം തിളക്കമാർന്നൊരു പരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആ ഇഷ്ടം പ്രകടമാകുന്നുണ്ട് എന്നതാണ് പുതിയ കാര്യം. ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് എന്നീ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ വളർച്ചാ നിരക്കാണ് നിലവിൽ രാഹുൽ ഗാന്ധിക്ക്. ഇൻസ്റ്റാഗ്രാമിൽ രാഹുലിന് ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ 30% പ്രതിമാസ വളർച്ച. ഈ സമയം പ്രധാനമന്ത്രിയുടെ ഫോളോവേഴ്സിന്റെ വളർച്ചാ നിരക്ക് 5% കുറയുകയും ചെയ്തു. നിലവിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മോദിയെക്കാളും BJPയെക്കാളും പിന്നിലാണെങ്കിലും ജനപ്രീതിയിലുണ്ടായ ഈ വർധനവ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ മനുഷ്യൻ പപ്പുമോനല്ല, ജനങ്ങൾക്ക് മുന്നിലും പപ്പുവല്ല. BJPക്ക് പോലും പപ്പു എന്ന് വിളിച്ച് എഴുതിത്തള്ളാൻ കഴിയാത്ത നിലയിലേക്ക് കാലം ഈ മനുഷ്യനെ പരുവപ്പെടുത്തിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ അധികാരം ഈ മനുഷ്യനിൽ നിന്നും ഒരുപാട് അകലെയല്ല എന്ന സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. പപ്പുമോൻ എന്ന പരിഹാസത്തിൽ നിന്നും ജനങ്ങളുടെ പ്രിയപ്പെട്ട രാഗ എന്ന ദ്വയാക്ഷരിയിലേക്ക് പരകായ പ്രവേശം നടത്തിയ ഈ ജനനേതാവ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ അടുത്ത പോർമുഖം തുറക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്.